ഡിയർ സ്റ്റുഡൻസ്, അപ്പം ഇതായിരുന്നു ഞാൻ ഹോംവർക്ക് തന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ കുറേ പേര് ഡൗട്ട് ചോദിച്ചേക്കുന്നത് കൊണ്ട് ഞാനിന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ. ഞാൻ തന്നിരുന്നത് 5, 5, 9, 13, 17, 21, 25 എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പിരമിഡ് ഷേപ്പിലുള്ളൊരു നമ്പർ പാറ്റേൺ ആണ് തന്നിരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ ആ പാറ്റേൺ തന്നിരുന്നപ്പോൾ നമുക്ക് ഈ താഴത്തെ ഒരു 2 ലൈൻ നമുക്ക് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ എത്ര വെച്ചാൽ കൂടുന്ന 5 കഴിഞ്ഞ് 4 കൂടി 9, 9ൻ്റെ കൂടെ 4 കൂട്ടി 13, 13ൻ്റെ കൂടെ 4 കൂട്ടി 17, അങ്ങനെ കൂട്ടിയാൽ പോയത്. അപ്പോൾ 25ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 29, 29ൻ്റെ കൂടെ 4 കൂട്ടിയപ്പം 33, അങ്ങനെ കൂട്ടി നമുക്ക് ആ പാറ്റേൺ കിട്ടി. ഓക്കെ അല്ലേ? ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ. ഓക്കെ, ഇനി എല്ലാവരും ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 10ാമത്തെ വരിയിലെ ആദ്യത്തെ ടേമും പദവും 10ാമത്തെ വരിയിലെ അവസാനത്തെ ടേമുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. നമുക്കറിയാം ഇത് 1ാമത്തെ വരിയിലെ ടേമാണ്, അത് ഫസ്റ്റ് ടേമാണ്. മക്കൾ ഇത് കൗണ്ട് ചെയ്യുന്നത് 1 ഇത് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം. ഇത് 2 ആണ്, ഇതെന്താണ് 3. അപ്പോൾ 13 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്? 3ാമത്തെ ടേമായിട്ട്, ദാറ്റ് മീൻ x3. അതേപോലെ തന്നെ 3ാമത്തെ വരിയിൽ ഇതെന്താണ്? x4, x5, ഇതെന്താണ്? x6. അപ്പം x6 എന്ന് പറയുന്നത് 25 ആണ്. 4ാമത്തെ വരിയിലെത്തുമ്പോൾ ഇതെന്താ? ഇത് x6 ആണെങ്കിൽ ഇതെന്താ? x7, x8, x9, x10. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇതെന്താണ്? x11, x12, x13, x14, x15 ആണ്. ഓക്കെ അല്ലേ? അപ്പം മക്കളെ നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇച്ചിരി പാടല്ലേ? കൗണ്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്തിരി പാടായതുകൊണ്ട് നമ്മൾ നോക്കിയേ, ഈ കിടക്കുന്ന ഇത്രയും നമ്പേഴ്സിനെ, ഈ കിടക്കുന്ന ഇങ്ങനെ ലാസ്റ്റ് എല്ലാ വരിയിലെയും അവസാനത്തെ ടേംസ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ? എളുപ്പമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുക? ടേമല്ല, ടേമിൻ്റെ പൊസിഷൻ. എന്താ ചെയ്യേണ്ടത്? 1ാമത്തെ അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഈ ടേം എന്ന് പറയുന്നത് എത്രയാ? 13 അല്ലേ? 13ൻ്റെ പൊസിഷൻ എത്രയാ? 3. അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2ാമത്തെ വരിയിലെ അവസാനത്തെ ടേമിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2ഉം കൂടി കൂട്ടുക. 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാ? 1 + 2 എത്രയാ? 3. അപ്പം രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ ടേം എന്ന് പറയുന്നത്, ടേമിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ തന്നെ 3ാമത്തെ വരിയിലെ അവസാനത്തെ ടേമിൻ്റെ പൊസിഷൻ അറിയണമെങ്കിൽ 3ാമത്തെ വരിയല്ലേ? അപ്പോൾ 1, 2, 3, 1ഉം 2ഉം 3ഉം കൂടെ കൂട്ടണം. അപ്പോൾ 1ഉം 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ വരിയിലെ അവസാനത്തെ ടേമിൻ്റെ പൊസിഷൻ എത്രയാണ്? 6 ആണ്. അപ്പോൾ ആ ടേമിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? x6. 4ാമത്തെ വരിയിലെ അവസാനത്തെ ടേമിൻ്റെ പൊസിഷൻ അറിയണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അതറിയണമെങ്കിൽ 4ാമത്തെ വരിയല്ലേ? അപ്പോൾ 1 തൊട്ട് 4 വരെ കൂട്ടുക. 1 തൊട്ട് 4 വരെ കൂട്ടുമ്പോൾ എത്ര? ഇത് 10ാമത്തെ ടേം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാമത്തെ ടേം എന്താ? 41. അതേപോലെ തന്നെ 5ാമത്തെ വരിയിലെ അവസാനത്തെ ടേമിൻ്റെ പൊസിഷൻ അറിയണമെങ്കിൽ 1 തൊട്ട് 5 വരെ കൂട്ടുക. അപ്പോൾ ഓൾറെഡി ഇവിടം വരെ 10 അല്ലേ? 10ൻ്റെ കൂടെ 5ഉം കൂടെ കൂട്ടിയപ്പോൾ എത്രയാ? 15 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ വരിയിലെ അവസാനത്തെ ടേമിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ x15 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? x15 എന്ന് പറയുന്നത് 61 ആണ്. ഇനി അപ്പോൾ നമുക്കറിയാം എല്ലാ വരിയിലെയും അവസാനത്തെ ടേമിൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ വരികളുടെ എണ്ണം എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് 10ാമത്തെ വരിയിലെ കേസാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 10ാമത്തെ വരിയിലെ കേസ് അറിയണമെങ്കിൽ നമുക്ക് 9ാമത്തെ വരിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ 9ാമത്തെ വരിയിലെ അവസാനത്തെ ടേമിൻ്റെ പൊസിഷൻ, മക്കളെ ഇത് 1 കൗണ്ട് ചെയ്യുന്നു അല്ലേ? ഇത് 1ാമത്തെ പദം, ഇത് 2ാമത്തെ പദം, ഇത് 3ാമത്തെ പദം, ഇത് 4ാമത്തെ പദം, ഇത് 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, അങ്ങനെ 16, 17 എന്ന് പറഞ്ഞിങ്ങനെ കൗണ്ട് ചെയ്ത് 9ാമത്തെ വരിയിലെ അവസാനത്തെ പദം എത്രയായിട്ട് കൗണ്ട് ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം.
അതിനെന്താ ചെയ്യേണ്ടത്? അതാണ് എഴുതിയിരിക്കുന്നത്. പൊസിഷൻ ഓഫ് ലാസ്റ്റ് ടേം ഇൻ 9th ലൈൻ. 9ാമത്തെ വരിയിലെ അവസാനത്തെ പദത്തിൻ്റെ സ്ഥാനം. മക്കളെ, പദത്തിൻ്റെ സ്ഥാനമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് പദമല്ല. അപ്പോൾ 9ാമത്തെ വരിയിലെ അവസാനത്തെ പദത്തിൻ്റെ സ്ഥാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 9ാമത്തെ വരിയല്ലേ, അപ്പോൾ 1 തൊട്ട് 9 വരെ കൂട്ടണം. അപ്പോൾ 1 തൊട്ട് 9 വരെ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 2 + 3 9 വരെ കൂട്ടുമല്ലേ. അപ്പോൾ ഇതൊരു എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് എണ്ണൽ സംഖ്യ കൂട്ടാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, n × n + 1/2. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വരെ. 9 × 9 + 1 എത്രയാ? 10/2. ഈ 2ഉം 10ഉം ക്യാൻസൽ ആകുമ്പോൾ 5 കിട്ടും. അപ്പോൾ 9 × 5 എത്രയാ? 45. എന്താ അതിൻ്റെ അർത്ഥം? 9ാമത്തെ വരിയിലെ പദം നമ്മൾ എണ്ണുക. ഇത് കണക്ക് ഇങ്ങനെ എണ്ണില്ലേ. അപ്പോൾ 9ാമത്തെ വരിയിലെ നമ്മൾ ടേം ഇങ്ങനെ എണ്ണുമ്പോഴത്തേക്കും അവസാനത്തെ ടേം നമ്മൾ എത്രയായിട്ട് കൗണ്ട് ചെയ്തു? 45. അപ്പം അത് കൗണ്ട് ചെയ്തേ ഉള്ളൂ 45 എന്ന്. പക്ഷെ അത് എത്രയാണെന്ന് നമുക്ക് അറിയേല. അപ്പം അത് കണ്ടുപിടിക്കാനായിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. 9ാമത്തെ വരിയിലെ ടേം നമ്മൾ എഴുതാൻ പോവുക. ലാസ്റ്റ് ടേം ഇൻ 9th ലൈൻ. 9ാമത്തെ വരിയിലെ അവസാന പദം. ഓക്കെ, 9ാമത്തെ വരിയിലെ അവസാന പദം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മക്കളെ അത് നമ്മൾ എങ്ങനെ എത്രാമതായിട്ട് കൗണ്ട് ചെയ്തത്? 45ാമത്തെ ടേമായിട്ടാണ് കൗണ്ട് ചെയ്തത്. ദാറ്റ് മീൻ അതെന്താ? x45 ആണ്. x45 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുക. ഒരു പദത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു ടേമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ xn = dn + f - d. അപ്പോൾ x45 ഞാൻ കാണാനായിട്ട് dn + f - d എന്ന് എടുത്തു. d എന്ന് പറയുന്നത് 4. ഈ അരിത്തമെറ്റിക് സീക്വൻസ്, ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കേസ് എടുത്തു കഴിഞ്ഞാൽ 4 ആണ്. 5ൻ്റെ കൂടെ 9 കൂട്ടി 4, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ d എന്ന് പറയുന്നത് 4. 4 × എത്രാമത്തെ ടേമാണ്? 45ാമത്തെ ടേം പ്ലസ് 5. 5 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാണ്. ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 181. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? 9ാമത്തെ വരിയിലെ അവസാനത്തെ ടേം എന്ന് പറയുന്നത് 181. ഇത് കണക്ക് ഇങ്ങനെയല്ലേ. അപ്പോൾ 61 എന്ന് പറയുന്നത് എത്രയാ? 15ാമത്തെ ടേം അല്ലേ. അപ്പോൾ അതേ കണക്ക് 9ാമത്തെ വരിയിലെ അവസാനത്തെ ടേം എന്ന് പറയുന്നത് 45 അതിൻ്റെ പൊസിഷൻ. ആ ടേം എന്ന് പറയുന്നത് എത്രയാ? 181. ഇനി അപ്പോൾ 9ാമത്തെ വരിയിലെ അവസാനത്തെ ടേം കിട്ടി. ഇനി 10ാമത്തെ വരിയിലെ ആദ്യ പദം വേണം. മക്കളെ ഇങ്ങോട്ട് നോക്കി. ഇത് x10 ആണ്. ഇതെന്താണ്? x11. ഇത് x12. ഇത് x13. ഇത് x14. ഇത് x15. അപ്പോൾ അടുത്ത വരിയിൽ എന്താണ്? x16, x17. അങ്ങനെയല്ലേ പോകുന്നത് അല്ലേ? അപ്പോൾ 9ാമത്തെ വരിയിൽ നമ്മൾ കൗണ്ട് ചെയ്തേക്കുന്നത് എന്താണ്? 45ാമത്തെ ടേം. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ വരിയിൽ അതെന്തായിരിക്കും? 46ാമത്തെ ടേം അല്ലേ. അപ്പം ഞാനിവിടെ എഴുതുന്നു ഫസ്റ്റ് ടേം ഇൻ 10th ലൈൻ. 10ാമത്തെ വരിയിലെ ആദ്യ പദം എന്ന് പറയുന്നത് 46 ആണ്. ആ 46 എന്ന് പറയുന്ന ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ട? 9ാമത്തെ വരിയിലെ അവസാനത്തെ പദം. ദാറ്റ് മീൻ 45ാമത്തെ പദം കഴിഞ്ഞിട്ടാണ് 46ാമത്തെ പദം വരുന്നത്. അപ്പം 45ാമത്തെ പദത്തിൻ്റെ കൂടെ എത്ര കൂട്ടണം? 4 കൂട്ടണം. എന്താ മക്കളെ 45ാമത്തെ ടേം? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 181. ആ 181ൻ്റെ കൂടെ നമ്മുടെ പൊതുവ്യത്യാസം 4 വെച്ചല്ലേ കൂടി പോകുന്നു. അപ്പോൾ 181ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 185 കിട്ടി. അപ്പോൾ 10ാമത്തെ വരിയിലെ ആദ്യ പദത്തിൻ്റെ സ്ഥാനം 46ഉം ആ പദം എന്ന് പറയുന്നത് 185ഉമാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? 10ാമത്തെ വരിയിലെ അവസാന പദം കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു 10ാമത്തെ വരിയിലെ അവസാന പദം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലാസ്റ്റ് ടേം ഇൻ 10th ലൈൻ എന്ന് പറയുന്നത് 10ാമത്തെ വരിയിലെ ആദ്യ പദത്തിൻ്റെ കൂടെ x46ൻ്റെ കൂടെ 9 കോമൺ ഡിഫറൻസ്. 10ാമത്തെ വരിയാണെങ്കിൽ 9 കോമൺ ഡിഫറൻസ്. 11ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം ആണെങ്കിൽ 10 കോമൺ ഡിഫറൻസ്. അങ്ങനെയാണ് വരുന്നത്. അപ്പം 10ാമത്തെ വരിയിലെ ആദ്യ ടേമിൻ്റെ കൂടെ 9 കോമൺ ഡിഫറൻസ് കിട്ടണം. 10ാമത്തെ വരിയിലെ ആദ്യ ടൈം നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു 185. 185 പ്ലസ് 9 × 4. 9 എന്ന് പറഞ്ഞാൽ അറിയാലോ, 9 കോമൺ ഡിഫറൻസ്. 9 × 4 എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. അത് കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 221. ഓക്കെ അല്ലേ? അപ്പോൾ 221 എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ടാണ് മക്കളെ കൗണ്ട് ചെയ്യുന്നത്? നമുക്കറിയാം 10ാമത്തെ വരിയിലെ ആദ്യ ടൈം എത്രയാണ്? 46 എന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 46, 47, 48, 49 അങ്ങനെ കൗണ്ട് ചെയ്ത് നമുക്കത് എത്രയാണ് കിട്ടുന്നത്? അത് ഈ 221 എന്ന് പറയുന്നത് എത്രാമത്തെ ടൈമാണ്?
55-ാമത്തെ ടേമ. എങ്ങനെ മക്കളെ 55 കിട്ടുന്നത്? അത് ഒരു പാടുമില്ല. എക്സ് 46-ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 55. അങ്ങനെയല്ലേ? എക്സ് 60-ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 3D കൂട്ടിയാൽ 63-ാമത്തെ ടേം. എക്സ് 60-ൻ്റെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് എക്സ് 60 എന്നൊക്കെ. അപ്പം അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം നമുക്കറിയാം 46-ാമത്തെ ടേമിൻ്റെ കൂടെ 9 കൂട്ടിയപ്പോൾ നമുക്കത് എത്രാമത്തെ ടേമായിട്ട് കൗണ്ട് ചെയ്യപ്പെട്ടു? 55-ാമത്തെ ടേമായിട്ട് കൗണ്ട് ചെയ്തു. ആ വാല്യൂ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്നറിയാലോ? എക്സ് 46-ൻ്റെ കൂടെ 9D കൂട്ടി. എക്സ് 46 നമുക്കറിയാം 185 പ്ലസ് 9 × 4 അങ്ങനെ കൂട്ടിയാണ് നമുക്കിത് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പോൾ 10-ാമത്തെ വരിയിലെ അവസാന പദം എന്ന് പറയുന്നത് 221. അതെന്ന് പറയുന്നത് എക്സ് 55 കൗണ്ട് ചെയ്തു. അപ്പോൾ മക്കളെ നമ്മുടെ ഈ പാറ്റേണിൽ ഒന്നാമത്തെ ടേം തൊട്ട് എത്രാമത്തെ ടേം വരെ ഉണ്ട്? 55-ാമത്തെ ടേം വരെ ഉണ്ട് അല്ലേ? അപ്പോൾ അതാണ് ആദ്യത്തെ 10 വരിയിലെ സം കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ാമത്തെ വരിയിലെ അവസാനത്തെ ടേം എത്രയാണ്? എക്സ് 55 അല്ലേ? എക്സ് 55 അത് എത്രയാണ്? 221. പിടികിട്ടിയോ? അപ്പം നമുക്കിനി ആദ്യത്തെ 10 വരിയിലെ സം കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം നമുക്ക് എത്ര ടേം ഉണ്ട്? ആ 10 മൊത്തം ആദ്യം തൊട്ട് അവസാനത്തെ വരി വരെ നമുക്ക് മൊത്തം 55 ടേംസ് ഉണ്ട്. അപ്പം നമുക്ക് സം കാണാനുള്ള ഇക്വേഷൻ xn = n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. നമുക്ക് എത്ര വരെ കണ്ടുപിടിക്കേണ്ട? 55. ഇത് ടേമിൻ്റെ എണ്ണമാണ് മക്കളെ. എന്നെ എഴുതേണ്ട എന്താ? ടേമിൻ്റെ എണ്ണം. മൊത്തം 55 ടേം ഡിവൈഡഡ് ബൈ 2. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5. ലാസ്റ്റ് ടേം ദാറ്റ് മീൻ 55-ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എത്ര? 221. അത് അവിടെ ഇട്ട് കൊടുത്തു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6215. ഈ മോഡലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ ആണോ?